ആം എ സ്റ്റുഡൻറ്, ഒരുപാട് ഡ്രീംസ് ഉണ്ട്. ബട്ട് ഈ OCD കാരണം ഈവൻ എനിക്ക് എക്സാം പോലും എഴുതാൻ പറ്റുന്നില്ല. മൈൻഡ് വന്ന് പറയും ഫെയിൽ ആകൂന്ന്. എത്ര പഠിച്ചിട്ടും എനിക്ക് ഇനി റിസൾട്ട് വരുന്നത് വരെ ടെൻഷനാണ്. ക്വസ്റ്റ്യൻസ് നമ്പർ ഇട്ടോന്ന്, ബട്ട് ഈ അസുഖം വീട്ടുകാർ പോലും മനസ്സിലാക്കുന്നില്ല. എന്ത് ചെയ്താലും ഡൗട്ട്സ്, നെഗറ്റീവ് തോട്ട്സ് മാത്രം. ഓക്കെ, സോ ഇത് നമുക്ക് എല്ലാവർക്കും തോന്നാറുണ്ട്. നമ്മൾ പേപ്പർ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ കറക്റ്റ് ആണ്. പക്ഷെ ഇത് ഭയങ്കരമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ OCD ആണെന്ന് പുള്ളിയും ഇത് കുറച്ചും കൂടെ OCD-നേക്കാൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ ആയിട്ട് ആൻസൈറ്റി GAD ആയിട്ട് തന്നെ ആട്ടോ തോന്നുന്നത്. കാരണം OCD-യിൽ വരുന്ന ഒരു തോട്ട്സിനേക്കാളും കുറച്ചും കൂടി ഡിഫറെന്റ് ആണ് ഇത്. ഇപ്പൊ ഈ നമ്മൾ എന്തോ വരാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് ലൈക്ക് ആന്റിസിപ്പേറ്ററി വരെയാണല്ലോ ഇതിങ്ങനെ ആയിരിക്കോ അങ്ങനെ ആയിരിക്കോ. അത് പൊതുവേ നമ്മൾ GAD-കാരിൽ അല്ലെങ്കിൽ ആൻസൈറ്റിക്കാരിൽ കാണുന്ന ഒരു സാധനമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ അത് കുറച്ചുകൂടി ആൻസൈറ്റി ആയിട്ടാണ് തോന്നുന്നത് OCD-നേക്കാളും. OCD ആൻസൈറ്റി ഒക്കെ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് വരാനുള്ള ചാൻസ് ഉണ്ടോ ഒരു പേഷ്യന്റിന്? കൊമോർബിഡ് ആയിട്ട് വരാം. ആക്ച്വലി ഞാൻ ഒരു കാര്യം പറയട്ടെ, OCD എന്ന് പറഞ്ഞത് തന്നെ ഈ ഒബ്സഷൻ, ഇപ്പൊ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് തോട്ട് വരുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലൊരു ആൻസൈറ്റി ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ആൻസൈറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു കമ്പൾഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു താൽക്കാലികമായിട്ടുള്ള ആശ്വാസം അവിടെ കിട്ടുകയാണ്. ഇപ്പൊ ഞാൻ എന്റെ രോഗാണുക്കൾ വന്നിട്ട് എനിക്ക് അസുഖം ഉണ്ടാവുമോ എന്ന് പറഞ്ഞ ആ ചിന്ത കാരണം ഞാൻ എന്ത് ചെയ്യുന്നു, കൈ കഴുകുന്നു. അപ്പൊ എനിക്കൊരു ആശ്വാസം കിട്ടുന്നു. ആ ആൻസൈറ്റിനെ സാറ്റിസ്ഫൈ, ആ ഒരു ടെമ്പററി ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അത് ചെയ്തു. പിന്നീട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ ആൻസൈറ്റി ഡിസോർഡറിന്റെ അണ്ടറിൽ വരുന്ന ഒരു കണ്ടീഷൻ ആണ് OCD എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രീറ്റ്മെന്റിലേക്ക് വരുന്ന സമയത്തും ഈ ERP എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് ഈ ആൻസൈറ്റിയിൽ കമ്പൾഷൻ ചെയ്യാതെ ഈ ആൻസൈറ്റിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അതും നമ്മുടെ പാർട്ട് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ആ ആൻസൈറ്റി കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രവൃത്തിയിലേക്ക് വരുന്നത്. തോട്ട്സ് വരുന്നു, തോട്ട്സിന്റെ ഭാഗമായിട്ട് ആൻസൈറ്റി ഉണ്ടാവുന്നു, ആൻസൈറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രവൃത്തികൾ ചെയ്യുന്നു. അതാണ് OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഈ എക്സാമിന്റെ കാര്യം പറയുമ്പോൾ കുട്ടികളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ടെൻഡൻസിയാണ്. പ്രത്യേകിച്ച് എക്സാം വരുമ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവില്ലേ? അപ്പം ചെറിയ പേടിയൊക്കെ ഓക്കെയാണ്. എക്സാമിന് എല്ലാവരും പറയും കുറച്ച് പേടി വേണം, എന്നാലും നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റും. അതിപ്പോ നമ്മൾ യൂസ്ട്രെസ്സും ഡിസ്ട്രെസ്സും കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ ഗുഡ് ആൻസൈറ്റി, ബാഡ് ആൻസൈറ്റി എന്നൊക്കെ പറയും. ഇപ്പം ചില ആൻസൈറ്റി നമുക്ക് നല്ലയാ. അതായത് ഫോർ എക്സാമ്പിൾ എനിക്ക് നാളെ ഒരു പ്രസന്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു പേടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. അതെന്നെ ഹെൽപ്പ് ചെയ്യും. ഐ മീൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. എനിക്കൊരു സബ്മിഷൻ ഉണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിൽ, എനിക്ക് ചെറിയൊരു ആദ്യം ഒരു പേടി, ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാനത് കുറച്ചും കൂടി ഇതിനെ ബെറ്റർ ആക്കാൻ ശ്രമിക്കും. ദാറ്റ് ഈസ് ഗുഡ്. ഐ മീൻ ഒരു ലെവല് വരെ ആൻസൈറ്റി ഓക്കെയാണ്. ഐ മീൻ നമ്മൾ ആക്ച്വലി ആൻസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവർക്കും ഉള്ള ഒരു കോമൺ കണ്ടീഷനാണ്. ഒരു ഇപ്പം ദേഷ്യം പോലെ അല്ലെങ്കിൽ സങ്കടം പോലത്തെ ഒരു ഇമോഷനാണ് ആൻസൈറ്റിയും. ഓക്കെ, സോ ഇതൊരു ലെവലിന് അപ്പുറത്തേക്ക് ആവുമ്പോഴാണ് നമ്മൾ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. എക്സാം ആവുമ്പോൾ നെക്സ്റ്റ് വീക്ക് SLC എക്സാം ആവുമ്പോൾ കുട്ടികൾക്ക് പേടി, അയ്യോ ഞാൻ 10th-ലാണല്ലോ. ആൾക്കാർ അധികം പ്രഷർ കൊടുക്കുന്നതുകൊണ്ടാണ് ആക്ച്വലി എന്തോ ചിന്തിച്ച് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ എൻട്രൻസ് എഴുതുന്ന, ഇപ്പൊ നമ്മുടെ ഫേം ഇവിടെ കാലിക്കറ്റ് ആണുള്ളത്. സോ ഈ ഭാഗത്ത് ഒരുപാട് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ക്ലയൻസ് ഉണ്ട്. ഐ മീൻസ് എൻട്രൻസ് കോച്ചിങ് സെന്ററിലെ ACC, ACA ഒക്കെ ഒത്തിരി കുട്ടികൾ വരാറുണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ പറയുന്നതാണ്, വിചാരിച്ച പോലെ പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ലൈക്ക് പഠിച്ച സാധനങ്ങൾ എക്സാമിന് മറന്നു പോകുന്നു, ഓർക്കാൻ പറ്റുന്നില്ല, ടെൻഷൻ അടിച്ചിട്ട്. ഇതൊക്കെ നിങ്ങളുടെ മീൻസ് അവരുടെ ആൻസൈറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാവാനുള്ള സാധ്യതയുണ്ട് ആക്ച്വലി. സോ നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു തെറാപ്പി കൊടുത്ത് നമുക്ക് അവർക്ക് ഇതിനെ നമുക്ക് ആക്ച്വലി മാനേജ് ചെയ്യിപ്പിക്കാവുന്നതാണ്. ആൻഡ് ആൻസൈറ്റി, നിങ്ങൾ ആരെങ്കിലും ആൻസൈറ്റി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കാരണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എത്ര കണ്ട ആൻസൈറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ബോധവാന്മാരാകുന്നോ, അത് നല്ലതാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും എൻ്റെ ക്ലയൻസിനോട് പറയാറുണ്ട്, എല്ലാ മനുഷ്യന്മാർക്കും ഒരു പരിധി വരെ ആൻസൈറ്റി ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒട്ടും ആൻഷ്യസ് അല്ല, അല്ലെങ്കിൽ എനിക്ക് ഒട്ടും അങ്ങനെ ഒരു സ്ട്രെസ് ഇല്ലെങ്കിൽ ഞാൻ എക്സാമിന് പഠിക്കുമോ, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് ഇരിക്കുവല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ലിമിറ്റ് വരെ ആൻസൈറ്റി മനുഷ്യന്മാർക്ക് ആവശ്യമാണ്. ഓക്കെ, അത് ഉണ്ടെങ്കിലേ നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതൊരു ലിമിറ്റിൻ്റെ അപ്പുറത്ത് പോയിട്ട് നമ്മളത് ബാധിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ അതിനെന്താക്കേണ്ടത്, അതിനെക്കുറിച്ച് കൺസേൺഡ് ആവേണ്ടതും അതിന് ട്രീറ്റ്മെൻ്റ് ഒക്കെ നോക്കേണ്ടത്. അതുവരെ അത് ഓക്കെയാണ്. ഈ എപ്പിസോഡിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം കാണാം.